ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണു. അപ്പോൾ അതാ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ മഴയൊക്കെ ഉണ്ട്? എന്തെങ്കിലുമൊന്ന് പറയൂ കേട്ടോ. എൻ്റെ നാട്ടിലും എന്താ മഴയൊക്കെ ഉണ്ട്, അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ജൂൺ 26 വെനസ്ഡേ ആണ്. ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിടുന്നത് ചോറും പടവലങ്ങയും ഉരുളക്കിഴങ്ങും കൂടിയുള്ള കറിയാണ്. സ്നേക്ക് ഗാർഡും പൊറ്റാറ്റോയും കൂടിയുള്ള കറി, പിന്നെ ബ്രിഞ്ചോൾ ഫ്രൈയുമാണ് കൊടുത്തു വിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്നാക്സായിട്ട് കൊടുത്തു വിടുന്നത് ബനാന ബോൾസാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ലോഗ് തുടങ്ങിയാലോ? നമുക്ക് കാണാം. പതിവ് പോലെ തന്നെ ഞാനിതാ ചിയ സീഡ്സ് ഇട്ടിട്ട് നാരങ്ങ വെള്ളം കുടിക്കുന്നുണ്ട്. ഇനി കുറേ സമയം കഴിഞ്ഞ ശേഷം ഇനി ചായയൊക്കെ കുടിക്കുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ചോറ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ബ്രിഞ്ചോൾ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ: 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഇനി ഇതെല്ലാം കൂടി ഈ വഴുതനയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഈ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിപ്പൊടി കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നമുക്ക് നല്ലൊരു കളർ കിട്ടും. അതിനു വേണ്ടിയാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തത്. എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്, റൈസ് ഫ്ലോർ. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം.